ചൂരൽമലയിൽ നിന്നും തിയോഫിൻ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. തിയോഫിൻ, ബെയിലി പാലത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇന്നത്തെ തെരച്ചിലിൻ്റെ ഒരു സമഗ്ര ചിത്രം നേരത്തെ അനൂപ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ചാലിയാർ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടക്കുന്നുണ്ട്. അതുതന്നെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഇന്നലത്തെ തെരച്ചിലിൽ വലിയ നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. മൃതദേഹ ഭാഗങ്ങളും മൃതദേഹവും അടക്കമുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ തെരച്ചിൽ മുൻപ് നടന്നിട്ടുള്ള അതേ ഊർജിതമായ രീതിയിൽ തന്നെ പുരോഗമിക്കുന്ന തീരുമാനമുണ്ട്. ഇപ്പോൾ ചൂരൽമലയിലാണ് തിയോഫിനുള്ളത്. അവിടുത്തെ ഒരു പൊതു സാഹചര്യം എങ്ങനെ? കാവ്യ, നമ്മളിപ്പോൾ ചൂരൽമലയിലെ ബെയിലി പാലത്തിലാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുരന്ത മേഖലയിലേക്കുള്ളൊരു പ്രവേശന കവാടം എന്ന് നമുക്ക് പറയാം. ഇവിടെ നിന്ന് മുകളിലേക്ക് ഉരുൾ പൊട്ടി വന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ സ്ഥലം. പക്ഷേ ഈ നാശനഷ്ടമുണ്ടായത് ഈ ഭാഗത്തു നിന്നും ഈ താഴേക്കുള്ള ഭാഗത്തേക്കാണ് ഇതെല്ലാം ഒഴുകിപ്പോയത്. മനുഷ്യരുൾപ്പെടെ ഒഴുകിപ്പോയ ഭാഗമാണ്. അവിടേക്കാണ് തെരച്ചിൽ നടക്കുക. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക്, അതായത് ചൂരൽമലയിൽ നിന്നും മുകളിലേക്കുള്ള ഭാഗങ്ങളാണ്. ഇവിടെ നിന്ന് മുകളിലേക്ക് ചെല്ലുന്തോറും അവിടെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം അങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. നമുക്ക് ആ സ്കൂളിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ അതോടൊപ്പം കാണുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള മുകളിലേക്കുള്ള ഭാഗത്ത് തെരച്ചിൽ ഏറെക്കുറെ പൂർത്തിയായതാണ്. JCB ഉപയോഗിച്ചും അല്ലാതെയും ജനകീയ തെരച്ചിലും എല്ലാത്തരം തെരച്ചിലും ഇവിടെ ഏറെക്കുറെ കഴിഞ്ഞു. ആ ഭാഗത്തിനി തെരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയുള്ള തെരച്ചിൽ ഈ ബെയിലി പാലത്തിൽ നിന്ന് താഴേക്കുള്ള ഭാഗം, ഈ പുഴ ഒഴുകി പോകുന്ന ഭാഗത്തേക്ക്, ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ പുഴ താഴേക്ക് ഒഴുകുന്ന ഭാഗമാണ് കാണുക. അവിടെ നിന്നും ഈ വെള്ളം ഇനി താഴേക്ക് ഒഴുകിപ്പോയി. ഉരുൾപൊട്ടലുണ്ടായപ്പോഴും വെള്ളം ഒഴുകിയത് ഈ താഴേക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വെള്ളം ഒഴുകിയെത്തുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടം, അവിടെ നിന്ന് കാട്ടിനുള്ളിലൂടെ അത് ചാലിയാറിലേക്ക് അങ്ങനെ പോകുന്ന മേഖലയാണ്. ആ മേഖലയിലേക്കാണ് ഇനി തെരച്ചിൽ വ്യാപിപ്പിക്കുന്നത്. ഇന്നലെയും പ്രധാനമായും തെരച്ചിൽ ഫോക്കസ് ചെയ്തത് ആ ഭാഗത്തേക്കാണ്. ഇന്നലെ റവന്യൂ മന്ത്രിയും ഇന്നലെ വൈകിട്ട് നമ്മളോട് വ്യക്തമാക്കിയിരുന്നു, ഇന്ന് ഈ തെരച്ചിൽ ചാലിയാർ മേഖല കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിനാണ് ഇന്ന് പ്രാധാന്യം നൽകുന്നത് എന്ന് പറഞ്ഞിരുന്നു. അവിടെ വിവിധ സോണുകളായി തിരിച്ച് 4-5 സോണുകളായി തിരിച്ചാണ് തെരച്ചിൽ. അതിൽ ഫയർഫോഴ്സ്, NDRF, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഇവരുടെ എല്ലാം നേതൃത്വത്തിലാണ്. ജനങ്ങളെ കൂടുതൽ അല്ലെങ്കിൽ സാധാരണ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിലല്ല. അങ്ങനെയുള്ള ഒരു തെരച്ചിൽ ഈ വനമേഖലയിൽ ഉൾപ്പെടെ നടത്തുന്നു. അതോടൊപ്പം ഈ കാടിനുള്ളിലേക്ക് നടന്ന് വാഹനത്തിലോ ചെന്ന് എത്താൻ പറ്റാത്ത ചില മേഖലകളുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ ഹെലികോപ്റ്ററിൽ NDRF പ്രവർത്തകരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അവിടെ എത്തിച്ച് ആ സംഘത്തിനെ അവിടെ എത്തിച്ചുകൊണ്ട് അവിടെ ഒന്നുകൂടി തെരച്ചിൽ നടത്തുന്നുണ്ട്. കാരണം ഈ വനമേഖലയിൽ ചാലിയാറിൻ്റെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒഴുകിപ്പോകുന്ന ഈ പുഴ ഒഴുകിപ്പോകുന്ന മേഖലകൾ, പുഴയുടെ തീരങ്ങളിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടെത്തിയത് അവിടെയാണ്. അതുകൊണ്ടാണ് അത്തരം മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചത്. ഇവിടെ ഇപ്പോൾ മുകളിൽ നിന്നും ഈ ചൂരൽമലയിലേക്ക് ഒഴുകി വരുന്ന ഈ ഒരു അരുവി, നമുക്കത് പഴയ പോലെ പറയാൻ കഴിയില്ല. കാരണം പഴയ ചാലൊക്കെ മാറ്റി വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം JCB ഉപയോഗിച്ച് ക്രമീകരിച്ചതാണ്. ആ ചാലിൻ്റെ ഒഴുക്കിൻ്റെ ആ ഒരു മാർഗം മാറിയിട്ടുണ്ട്. പരമാവധി വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു ക്രമീകരണം ഒരുക്കി ഈ വെള്ളം മലയിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ മഴയുണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് അല്പം നീരൊഴുക്കൂടെ കൂടിയിട്ടുണ്ട്. വെള്ളം ഇവിടെ നിന്ന് ഒഴുകിയെത്തുന്നത് ചാലിയാറിലേക്കാണ്. ഈ പോകുന്ന ഭാഗത്താണ് ഇനി തെരച്ചിൽ ബാക്കിയുള്ളത്. ചാലിയാർ മേഖലയിലും കുറച്ചുകൂടി ഊർജിതമായി തന്നെ തെരച്ചിൽ നടത്തും. അവിടെയും ഫയർഫോഴ്സും NDRF സംഘവും പോലീസും ഉൾപ്പെടെ തെരച്ചിൽ നടത്തും. ചൂരൽമല മേഖലയിൽ ഇന്നിനി നടക്കാനുള്ളൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വിദഗ്ധ സംഘത്തിൻ്റെ സന്ദർശനമാണ്. പ്രശസ്ത ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഇന്ന് ഇവിടെ എത്തും. ഈ ചൂരൽമല ഭാഗത്ത് നിന്ന് മുകളിലേക്ക് പ്രധാനമായി ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ഈ മേഖലയിൽ ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള പരിശോധന, ഭൂമിയുടെ പരിശോധന, ആ ഭൂമിയുടെ ഇനി അത് എത്രത്തോളം വാസയോഗ്യമാണ്, അതോടൊപ്പം തന്നെ ഇതിൽ റെഡ് സോണുകളായി തിരിക്കേണ്ട ഭാഗങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നോക്കിയ ശേഷം ബാക്കി കേടുപാടുകളില്ലാതെ അവശേഷിച്ച വീടുകളിൽ ഏതെങ്കിലും താമസയോഗ്യമാണോ എന്നുകൂടി ഇതോടൊപ്പം പരിശോധിക്കും. അത്തരത്തിൽ വിശദമായൊരു പരിശോധന ഈ വിദഗ്ധ സംഘം നടത്തിയ ശേഷം ഈ ഭൂമിയുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കും. എവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്, ഇതിന് തുടക്കം കുറിച്ചത് എങ്ങനെയാണ്, അതിനടിസ്ഥാന കാരണം എന്താണ്, എവിടെ നിന്നാണ് ഉരുൾപൊട്ടിയത്, എത്രത്തോളം ഭാഗത്തു നിന്നും ഈ മണ്ണും വെള്ളവും ഒഴുകി താഴേക്ക് വന്ന് എത്ര ശക്തിയിലായിരുന്നു ഇതുണ്ടായത്, ഇതിൻ്റെ ആഘാതവും അത്തരത്തിലുള്ള ആഘാത പഠനം, മണ്ണിൻ്റെ ഘടന, ഉരുൾപൊട്ടൽ ഉണ്ടായ ശേഷം മണ്ണിന് എന്ത് മാറ്റം വന്നു,
അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ ശാസ്ത്രജ്ഞർ പരിശോധിക്കും, വിദഗ്ധ സംഘം പരിശോധിക്കും. ഇതിന് ഒറ്റ ദിവസം കൊണ്ട് ഇത് പൂർത്തിയാകില്ല. ഇന്നു മുതൽ ഇത് തുടങ്ങുകയാണ്. അത്തരത്തിലൊരു വ്യക്തമായ പരിശോധന 20-ാം തീയതിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. അതിനുള്ളിൽ ഈ മേഖലയിലെല്ലാം പഠനം പൂർത്തിയാക്കേണ്ടതുണ്ട്. വളരെ വ്യക്തമായി തന്നെ ഓരോ മേഖലയും കേന്ദ്രീകരിച്ച് ഈ ഭൂമി ഉരുൾ പൊട്ടിയതിന് ശേഷമുണ്ടായ മണ്ണിൻ്റെ ഘടന, അതോടൊപ്പം ഈ പാറ ഇടിഞ്ഞു വന്നത് മൂലം ഉണ്ടായ എവിടെയെല്ലാം ഇത് തട്ടി ഇടിച്ച് ആഘാതമുണ്ടാക്കി, വീടുകൾ നഷ്ടപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ നേരത്തെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ മുണ്ടക്കൈ മേഖല, നമുക്ക് ഇവിടുന്ന് മുകളിലേക്കുള്ള ഭാഗത്ത് അവിടെ മണ്ണിൽ എന്തെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടി വെള്ളം ഒഴുകിയത് മൂലം മണ്ണിൻ്റെ ഘടന, മണ്ണിൻ്റെ അടിഭാഗത്ത് എന്തെല്ലാം മാറ്റം വന്നു, അതെല്ലാം നോക്കേണ്ടതുണ്ട്. കാരണം നിരവധി വീടുകൾ ഇപ്പോൾ പൂർണ്ണമായി നശിച്ച വീടുകളുണ്ട്, ഭാഗികമായി നശിച്ച വീടുകളുണ്ട്. എന്നാൽ കാര്യമായ നാശനഷ്ടമൊന്നും ഇല്ലാത്ത വീടുകളുണ്ട്. പക്ഷേ ആ വീടുകൾ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ഇനി താമസിക്കാൻ കഴിയുമോ, ആരെങ്കിലും താമസിക്കാൻ തയ്യാറായാൽ പോലും അത് താമസിക്കാൻ കഴിയുന്നതാണോ എന്നുകൂടി പരിശോധിക്കേണ്ട ഒരു ചുമതല ഈ വിദഗ്ധ സംഘത്തിനുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് നമുക്ക് ആ ഏറ്റവും മുകളിലുള്ള ഈ പുഞ്ചിരിവട്ടത്തു നിന്നും ഈ ഉരുൾ പൊട്ടി വന്ന ആ ഭാഗം, അവിടെയും പരിശോധന നടത്തേണ്ടതുണ്ട്. ഓരോ ഭാഗത്തും കൃത്യമായി പരിശോധന നടത്തി ഈ മണ്ണിൻ്റെ ഭൂമിയുടെ ഘടന അത് മനസ്സിലാക്കി അതിലിനി എന്താണ് ഇനി സർക്കാരിന് നൽകേണ്ട റിപ്പോർട്ട്, വിശദമായ റിപ്പോർട്ട് നൽകണം. ഇതിൽ അല്പം പോലും അതായത് മണ്ണിൻ്റെ ഒരു ഘടനയ്ക്ക് വന്ന മാറ്റത്തിനനുസരിച്ച് താമസയോഗ്യമല്ലാതാകുന്ന മേഖലയുണ്ടെങ്കിൽ അത് റെഡ് സോണായി തിരിച്ച് അത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഇനി വിദഗ്ധ സമിതിയുടെ ചുമതലയാണ്. അതാണ് ഇനി നടക്കാനുള്ള കാര്യം. അധികം വൈകാതെ ഉച്ചയ്ക്ക് മുൻപായി വിദഗ്ധ സമിതി ഇവിടെ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാവ്യ. ശരി തിയോഫിൻ, വളരെ സമഗ്രമായ റിപ്പോർട്ടാണ് ചൂരൽമലയിൽ നിന്നും ഇപ്പോൾ തിയോഫിൻ നൽകിയത്. വിദഗ്ധ സമിതിയുടെ സന്ദർശനം, പരിശോധന ഒക്കെയും ഇനി വരുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് പുനരധിവാസം തന്നെയാണ് ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നതും. തിരച്ചിലൊരു വശത്ത് നടക്കുന്നുണ്ട്. സമാന്തരമായി ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണെന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെയും അറിയുന്ന വസ്തുതയാണ്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായി തന്നെ മുന്നോട്ട് പോകുന്നു. സമിതിയുടെ സന്ദർശനം ഇന്ന് ഉച്ചയോടുകൂടി ആരംഭിക്കുമെന്ന വിവരങ്ങളും ഇപ്പോൾ തിയോഫിൻ പങ്കുവയ്ക്കുന്നു.